പലരും ഒരു ആവേശത്തിൽ ചെടി നടാനൊക്കെ തുടങ്ങും. പക്ഷേ ചെടികളെ വേണ്ട രീതിയിൽ കെയർ ചെയ്യാത്തതുകൊണ്ട് അതൊക്കെ മോശമായി പോയി വീണ്ടും നിരാശപ്പെട്ട് നമ്മളത് പ്ലാന്റുകളെ ഉപേക്ഷിച്ച് കളയും. ഉദാഹരണത്തിന് ഈ ഒരു സൺഡേ മൺഡേ പ്ലാന്റ് 1.5 വർഷമായി എൻ്റെ കയ്യിലിരിക്കുന്നു. പക്ഷേ ഇത് നാടൻ ഇനത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. അത് പെട്ടെന്ന് ഫ്ലവറോ ബഡ്സോ ഒന്നും ഉണ്ടാവാത്തതുകൊണ്ട് ഞാനിതിനെ ഉപേക്ഷിച്ച് അവിടെ സൈഡിലിട്ടിരിക്കുകയായിരുന്നു. വാട്ടർ ടാങ്കിൽ നിന്ന് വീഴുന്ന വെള്ളത്തിലാണ് ഇത് ജീവിക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ ഇതാ നിറയെ ബഡ്സൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ഞാനതിനെ റീപ്ലേസ് ചെയ്യാമെന്ന് കരുതി. ഈ ഒരു പ്ലാന്റ് നോക്ക് നന്നായിട്ട് ഉണങ്ങിപ്പോയി. ഇതൊക്കെ നമുക്ക് ഗാർഡനിൽ എപ്പോഴും നേരിടേണ്ടി വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്, ദിവസം ഒരു പ്ലാന്റ് വെച്ച് മോശമായ പ്ലാന്റുകൾ അല്ലെങ്കിൽ നമ്മൾ റീപ്പോർട്ട് ചെയ്യേണ്ട പ്ലാന്റുകളൊക്കെ ദിവസം ഒരു പ്ലാന്റ് വെച്ച് മാത്രം നിങ്ങൾ റീപ്പോർട്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഗാർഡനെ നിലനിർത്തിക്കൊണ്ട് പോകാനാവും. ഒരുപാട് പ്ലാന്റുകൾ ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ മടുത്തു പോകുന്നത്. നമ്മൾ ഓരോ പ്ലാന്റ് വെച്ച് ദിവസം റിപ്പോർട്ട് ചെയ്യുക. വാട്ടർ പ്ലാന്റിനെ കുറിച്ച് എനിക്ക് അത്ര വലിയ ഐഡിയ ഒന്നുമില്ല. എനിക്കറിയുന്നത് പോലെയൊക്കെയാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മുരടിച്ചു പോയ ഒരു ഗാർഡനാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒരു പ്ലാന്റ് വെച്ച് ദിവസം നടുകയോ ഒരു പ്ലാന്റ് വെച്ച് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്ത് നിങ്ങളുടെ ഗാർഡനും പുതുജീവൻ നൽകി ഭംഗിയുള്ളതാക്കി മാറ്റണം. അപ്പോൾ മറ്റൊരു കാഴ്ചയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.